ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവിലെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തി. എന്നിട്ട് പറയുവാണ്, നിങ്ങളെ ടാസ്ക് ചെയ്യിപ്പിക്കാനായിട്ടല്ല ഞാനിപ്പോൾ വിളിച്ചത്, നമുക്കൊരു ചായ കൂടി സൽക്കാരമായാലോ എന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നു. ഇത്ര 10-24 ദിവസം ഫുഡും കഴിക്കാതെ ഒരു രീതിയിലുള്ള വസ്ത്രങ്ങളും സുഖങ്ങളും ഒന്നും അനുഭവിക്കാതെ അവിടെ കഴിഞ്ഞ ആളുകളാണെന്ന് ആവാം എന്ന് എല്ലാവരും പറയുന്നു. എന്നിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് വരാനായിട്ട് ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും പറയുന്നു. എല്ലാവരും ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. ഗാർഡൻ ഏരിയയിലേക്ക് ഓടുന്നതും അവിടെ ഒരു ചേട്ടൻ നിന്നുകൊണ്ട് ചെറുകടികൾ വറക്കുന്നു. തട്ടുകട സെറ്റപ്പാണ് കേട്ടോ ഗാർഡൻ ഏരിയയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഏത്തക്കാപ്പവും അതേപോലെ തന്നെ പരിപ്പുവട അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു തട്ടുകട, ചായയും എല്ലാം വിൽക്കുന്ന ഒരു ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നു. ഒരു അണ്ണനായിരിക്കണം. എന്നിട്ട് എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാത്ത പോലെ, ലിറ്ററലി ഭക്ഷണം കഴിക്കാത്ത പോലെയാണ് എല്ലാവരുടെയും പെരുമാറ്റം കേട്ടോ. 5 ഏത്തക്കാപ്പും 2 ചായ 3 ചായ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആർത്തിയോടെയാണ്. വളരെയധികം ദയനീയമായിരുന്നു ഈ 10-24 ദിവസം അവരുടെ അവസ്ഥ. അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ. ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു അവരവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കാം ബിഗ് ബോസ്. പിന്നെ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മനസാക്ഷി ഇല്ലാത്തവനല്ലെന്നൊക്കെ ബിഗ് ബോസ് ഇന്നലെ പറഞ്ഞപ്പോഴേ ഓർത്തു ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാവരും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഈ ഇപ്പം നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന 15 പേരും അല്ലെ 16 പേരും എല്ലാവരും തന്നെ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സ്വന്തം വസ്ത്രങ്ങളും സ്വന്തം സാധനങ്ങളും ഫുഡും ഒന്നും കഴിക്കാതെ. അപ്പൊ ബിഗ് ബോസ് അതൊക്കെ മാറ്റാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെയുള്ള, ആദ്യം വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാം കൂടി എടുത്തോളാൻ പറയുന്നു, പിന്നെ ചായ കൂടി സൽക്കാരം, എല്ലാം വളരെയധികം നല്ല കാര്യങ്ങളാണ്. പിന്നെ 25 ദിവസം അത്രയും TRP ഉണ്ടാക്കിയതല്ലേ ഇവരെ വെച്ചിട്ട്. അപ്പം അതിന്റെയും കൂടി ഒരു സന്തോഷമായിരിക്കാം ഇത്. പറയാൻ പറ്റില്ലല്ലോ. അവര് ഓർത്ത് കാണും പാവങ്ങൾ ഇച്ചിരി ഏത്തക്കാപ്പവും ചെറുകടിയും ചായയൊക്കെ കഴിച്ച് ജീവിച്ചോട്ടെ എന്ന് ഓർത്ത് കാണും. അതായിരിക്കും അങ്ങനെ ഒരു തട്ടുകട സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്.